സ്പെഡെക്സ് ഉപഗ്രഹങ്ങൾ വിജയകരമായി അൺഡോക്ക് ചെയ്തതായി ISRO. ജനുവരി 16-ന് ബഹിരാകാശത്ത് വെച്ച് കൂട്ടിയോജിപ്പിച്ച പേടകങ്ങളാണ് ഏർപ്പെടുത്തിയത്. ഇന്ത്യയുടെ ഭാവി ബഹിരാകാശ ഗ്രഹാന്തര ദൌത്യങ്ങളിൽ നിർണായക ചുവടുവയ്പ്പാണിത്. നദീറ IP വിവരങ്ങളുമായി. നദീറ, എന്താണ് വിവരങ്ങൾ, വിശദാംശങ്ങൾ? സ്മൃതി, ബഹിരാകാശത്ത് വീണ്ടും ഒരു വിസ്മയം തീർത്തിരിക്കുകയാണ് ഇന്ത്യ. അതായത് ജനുവരി 16-ന് നമ്മൾ കൂട്ടിയോജിപ്പിച്ച 2 ഉപഗ്രഹങ്ങളെ ഇന്ന് വേർതിരിച്ചിരിക്കുന്നു. ഇതും വിജയകരമായി ഈ അൺഡോക്കിംഗ് എന്ന സാങ്കേതിക വിദ്യ കൂടി ഇന്ത്യ ആർജിച്ചിരിക്കുകയാണ്. ISROയ്ക്ക് അത് വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. കഴിഞ്ഞ വർഷം ഡിസംബർ 30-നായിരുന്നു ബഹിരാകാശത്ത് വെച്ച് 2 പേടകങ്ങളെ ബന്ധിപ്പിക്കുന്ന ഡോക്കിംഗ് ദൗത്യത്തിനായി ഇവിടെ നിന്നും പേടകങ്ങൾ വിക്ഷേപിച്ചത്. പിന്നീട് അത് ജനുവരി 16-ന് കൂട്ടിയോജിപ്പിക്കുകയായിരുന്നു. അതും വളരെ ശ്രമകരമായ ദൗത്യമായിരുന്നു. ഇപ്പോൾ രണ്ടാമത്തെ വളരെ ശ്രമകരമായ ദൗത്യം അതും ISRO വിജയകരമായി പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഇതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ഗുണം എന്ന് വെച്ചാൽ ഗ്രഹാന്തര ദൗത്യങ്ങൾക്കും നമുക്ക് സ്വന്തമായി ബഹിരാകാശ നിലയം സ്ഥാപിക്കുന്നതിനും അതുപോലെ ചന്ദ്രനിൽ മനുഷ്യനെ ഇറക്കി മണ്ണും കല്ലും ഒക്കെ ശേഖരിച്ച് മടങ്ങുന്നതിനുമൊക്കെ സഹായിക്കുന്ന പേടകങ്ങളെ കൂട്ടിയോജിപ്പിക്കാനുള്ള സാങ്കേതിക വിദ്യ വേണം. അത് നമ്മൾ ആർജിച്ചിരിക്കുന്നു. നേരത്തെ ജപ്പാൻ, റഷ്യ, ചൈന അതുപോലെ തന്നെ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾക്ക് മാത്രമായിരുന്നു ഈ സാങ്കേതിക വിദ്യ ഉണ്ടായിരുന്നത്. ഈ സാങ്കേതിക വിദ്യ ആർജിക്കുന്ന 4ാമത്തെ രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ഇന്ത്യ വളരെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ISROയെ സംബന്ധിച്ചിടത്തോളം അവരുടെ കിരീടത്തിലെ ഒരു പൊൻതൂവലാണിത്. ഇന്ത്യക്കാർക്ക് ഏറെ അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ്.